ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് സംഭവിക്കും? ബി.ജെ.പിയുടെ തട്ടകമാണ് ഹിന്ദി ഹൃദയഭൂമി. അവിടെ ഇത്തവണയും ബി.ജെ.പി ആധിപത്യം തുടരുമോ? ബി.ജെ.പി നേരത്തെയുള്ള സീറ്റുകളിൽ നിന്ന് എണ്ണം വർദ്ധിപ്പിക്കുമോ, മുന്നോട്ട് പോകുമോ? അതല്ല ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നേരിടുമോ? ഇന്ത്യ മുന്നണിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുക? എന്താണ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം? ഇതാണ് ഇന്ത്യ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. വിവിധ വ്യക്തികൾ, സംഘടനകളൊക്കെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്തുകൊണ്ട് എത്ര സീറ്റ് ബി.ജെ.പി നേടും എന്നൊക്കെ കണക്കാക്കുന്നുണ്ട്. അത്തരം കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ, മോദി മീഡിയ, ഗോദി മീഡിയ ഒന്നും ഇക്കാര്യം പറയുന്നില്ല. എന്താണ് ഉത്തരേന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി എന്ന്? മോദിയെയും ബി.ജെ.പിയെയും പുകഴ്ത്താനും ബി.ജെ.പി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്ന പ്രതീതി ജനിപ്പിക്കാനുമാണ് ദേശീയ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. അത്തരം ആരോപണം നേരത്തെയുണ്ട്, അത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ NGO-കളും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും വ്യക്തികളുമൊക്കെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ. ഇതിൽ ബി.ജെ.പി കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായും പറയുന്നുണ്ട്. അതിലൊന്ന് ബീഹാറാണ്. ബീഹാറിൽ 39 സീറ്റ്, 39 സീറ്റാണ് ബി.ജെ.പി കഴിഞ്ഞ തവണ നേടിയത് 2019. ഇത്തവണ 39 സീറ്റ് നേടാൻ ബി.ജെ.പിക്ക് കഴിയില്ല ബീഹാറിൽ എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്ക്. അവർ പറയുന്നത് ഇത്തവണ 20 സീറ്റ് മാത്രമാണ് നേടാൻ കഴിയുക എന്ന്. 19 സീറ്റ് നഷ്ടപ്പെടും ബി.ജെ.പിക്ക് ബീഹാറിൽ. 19 സീറ്റാണ് ബീഹാറിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. ആ 19 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും. അതാണ് ബീഹാറിലെ സ്ഥിതി. അത് കഴിഞ്ഞ് ബീഹാർ കഴിഞ്ഞ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ 26 സീറ്റാണ് ബി.ജെ.പി നേടിയത്. അതിൽ നിന്ന് വലിയ തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാകില്ല. ഒരു സീറ്റ് മാത്രമേ നഷ്ടപ്പെടൂ. 25 സീറ്റ് ഗുജറാത്തിൽ ബി.ജെ.പി നിലനിർത്തും എന്നാണ് പറയുന്നത്. ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെടും. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ഇത്തവണ ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗുജറാത്തിൽ ബി.ജെ.പി അവരുടെ നില അതുപോലെ തുടരും എന്ന് തന്നെ പറയാം. കാരണം ഗുജറാത്ത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മോദിയുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലുണ്ടാകുന്ന തിരിച്ചടി ബി.ജെ.പിയുടെ ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയായി മാറുകയും വലിയ വാർത്തയായി മാറുകയും ചെയ്യും. ബി.ജെ.പി പടിയിറങ്ങുന്നു എന്ന തോന്നൽ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഗുജറാത്ത് നിലനിർത്താൻ ബി.ജെ.പി ശ്രമിക്കും. അപ്പോഴും ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അതിനുശേഷം താഴോട്ട് വന്നാൽ ജാർഖണ്ഡാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ മറ്റൊരു സംസ്ഥാനം. 12 സീറ്റാണ് ജാർഖണ്ഡിൽ കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ അത് 7 ചുരുങ്ങും. 12 7 ചുരുങ്ങും. 5 സീറ്റ് നഷ്ടപ്പെടും എന്നാണ് കണക്ക്. ആ 5 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നേട്ടമാകും. അവിടെയും ബി.ജെ.പിക്ക് തിരിച്ചടിയായിരിക്കും. മറ്റൊന്ന് ഹരിയാനയാണ്. ഹരിയാനയിൽ ഇപ്പോൾ വലിയ തോതിൽ കർഷക സമരം നടക്കുന്ന സ്ഥലമാണ്. ആ സംസ്ഥാനത്ത് 10 സീറ്റാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി നേടിയത്. 10 സീറ്റും ബി.ജെ.പി നേടിയ സംസ്ഥാനമാണ് ഹരിയാന. ആ ഹരിയാനയിൽ 6 സീറ്റ് ബി.ജെ.പി നിലനിർത്തും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനും സാധ്യതയില്ല എന്നാണ് കാണുന്നത്. കാരണം ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് നാട്ടിലിറങ്ങി പ്രചാരണം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അത്രമാത്രം എതിർപ്പാണ് കർഷകരിൽ നിന്ന് ഉണ്ടാകുന്നത്. കരിങ്കോടി പ്രകടനവുമായാണ് സ്ഥാനാർത്ഥികളുടെ പൊതുയോഗങ്ങളിലേക്ക് കർഷകർ നീങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങളിലേക്ക് പോലും കരിങ്കൊടി പ്രകടനം നടത്തും എന്ന് പറഞ്ഞ് ഇപ്പോൾ കർഷകർ സംഘടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ കർഷക മുന്നേറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റും ഹരിയാനയിലും പഞ്ചാബിലും ദില്ലിയിലും ഇത്തവണ ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് നമുക്ക് വിശ്വസനീയമല്ല എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ കണക്ക് പ്രകാരം 10 സീറ്റിൽ 6 സീറ്റ് ബി.ജെ.പി നേടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്നു. അതിനുശേഷം വന്നാൽ ജാർഖണ്ഡിൽ 12 സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത്. ആ 12 സീറ്റിൽ ഇത്തവണ 7 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. 5 സീറ്റിന് നഷ്ടമുണ്ടാകും. അതിനുശേഷം കർണാടകയിലേക്ക് വന്നാലോ, കർണാടകയിൽ 26 സീറ്റാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി നേടിയത്. 26 സീറ്റ് ഇത്തവണ അത് 9 ചുരുങ്ങും. 9 തന്നെ ലഭിക്കുമോ എന്ന സംശയമാണ്. 9 ചുരുങ്ങും. ആ കർണാടക സംസ്ഥാനത്ത് മാത്രം ബി.ജെ.പിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 17 സീറ്റാണ് എന്നാലോചിക്കണം. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരും എന്നൊക്കെ പറയുന്ന ബി.ജെ.പിയുടെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകില്ല. ഒറ്റക്കക്ഷിയാകണമെങ്കിൽ കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. കർണാടകയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് കർണാടകയിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുശേഷം താഴോട്ട് വന്നാൽ മധ്യപ്രദേശ്,
കഴിഞ്ഞ തവണ 28 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണ അത് 24 നിലനിർത്താൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു 4 സീറ്റിന്റെ കുറവ് മാത്രമാണ് ഉണ്ടാകുക എന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ 38 സീറ്റ് BJPക്ക് വൻ വിജയം സമ്മാനിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ 38 സീറ്റ് കഴിഞ്ഞ തവണ നേടിയപ്പോൾ 14 സീറ്റിന്റെ കുറവ് ഇത്തവണ ഉണ്ടാകും എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ നിന്ന് താഴോട്ട് വന്നാൽ രാജസ്ഥാനാണ് BJPയുടെ മറ്റൊരു തട്ടകം. രാജസ്ഥാൻ BJP കഴിഞ്ഞ തവണ നേടിയത് 24 സീറ്റാണ്. 24 സീറ്റ്. ഇത്തവണ രാജസ്ഥാനിൽ ആ നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് കഴിയില്ല. അത് 15 സീറ്റായി ചുരുങ്ങും. 9 സീറ്റ് നഷ്ടപ്പെടും രാജസ്ഥാനിൽ. ഇതാണ് കണക്ക്. 9 സീറ്റ് നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. BJPയുടെ തട്ടകം എന്നൊക്കെ പറയാൻ കഴിയുന്ന സംസ്ഥാനം. അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അത്രമാത്രം പ്രാധാന്യം BJP UPക്ക് നൽകുന്നുണ്ട്. ആ UPയിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നാണ്. രാമക്ഷേത്രമൊക്കെ കൊണ്ടുവന്ന് വലിയ തോതിൽ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് UPയിൽ. പക്ഷേ അതൊന്നും ഏശുന്നില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ടിലും പറയുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ലഭിച്ചത് 64 സീറ്റാണ്. 64 സീറ്റ്. 6 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. 64 സീറ്റ്. ആ 64 സീറ്റ് ഇത്തവണ 48 സീറ്റായി ചുരുങ്ങും. 48 സീറ്റ്. 16 സീറ്റിന്റെ നഷ്ടം. 16 സീറ്റിന്റെ നഷ്ടം UPയിൽ BJPക്ക് ഉണ്ടാകുമെന്ന് കണക്കൂട്ടുന്നു. 16 സീറ്റ് നഷ്ടം എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ 6 സീറ്റ് എന്നത് 32 സീറ്റായി വർദ്ധിക്കും. 32 സീറ്റായി വർദ്ധിക്കും എന്ന് വെച്ചാൽ BJPയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാൻ കഴിയുന്ന അവസ്ഥയാണ് UPയിൽ. ഒപ്പത്തിനൊപ്പം ഒരുപാട് വാർത്തകൾ UPയിൽ നിന്ന് വരുന്നുണ്ട്. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ, ആ പൊതുയോഗങ്ങളിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നു. ആളുകൾ രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും കേൾക്കാൻ വേണ്ടി ഓരോ പൊതുയോഗ സ്ഥലത്തേക്കും കൂട്ടമായി എത്തുകയാണ്. വൻ മുന്നേറ്റം അവിടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉണ്ടാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ 32 സീറ്റ് നേടും. 32 6 നിന്ന് 32ലേക്ക് ഉയർത്തും എന്നാണ് കണക്ക്. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ 250 സീറ്റ് മാത്രമേ ലഭിക്കൂ. കഴിഞ്ഞ തവണ ലഭിച്ച 349 സീറ്റാണ്. ഇത്തവണ അത് 250-ൽ ഒതുങ്ങും. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം പോലും BJPക്ക് ലഭിക്കില്ല എന്ന കണക്കാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണി 131-ൽ നിന്ന് 253-ലേക്ക് കുതിക്കും എന്നും ഈ കണക്കുകൾ പറയുന്നു. ഏതായാലും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഈ കണക്കുകൾ വലിയ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഉത്തരേന്ത്യ BJPയെ മെല്ലെ മെല്ലെ പടിയടച്ച് പുറത്താക്കുകയാണ് എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. എല്ലാ അർത്ഥത്തിലും BJP സർക്കാർ വൻപൻ പരാജയമാണ് എന്ന്, BJPയുടെ വികസനം എന്ന മുദ്രാവാക്യം തന്നെ അമ്പേ പരാജയപ്പെട്ടു എന്ന്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, വികസനം എന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വികസനം മാത്രമാക്കി ചുരുക്കിയെന്നും, സാധാരണ ജനങ്ങൾ ഇപ്പോഴും വികസനത്തിന്റെ പുറത്താണ് എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ BJPയെ കൈയൊഴിയുന്നത്. അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന സാധ്യത വളരെ വളരെ കുറവാണ് എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഈ കണക്കുകൾ, അവരുടെ അസസ്മെന്റ് വിശകലനം പറയുന്നത്. ഏതായാലും ഇത് ഇന്ത്യയുടെ ഒരു നേർചിത്രമാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.